അപ്പോൾ ഈ ദുരന്തത്തിൻ്റെ ഭീകരത എല്ലാം നിങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണുകയും കേൾക്കുകയും ചെയ്തത്. ആ ദുരന്ത ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. എപ്പോഴും ഈ വയനാട്ടിൽ ഇങ്ങനെ ഉണ്ടാകുകയാണ്. ആദ്യത്തെ ദുരന്ത സമയത്ത് ഞാൻ മന്ത്രിയായിരുന്നു. വയനാട് മുഖ്യമന്ത്രി പറഞ്ഞ് ഉടനെ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. ഇവിടെ എത്താനും സഞ്ചരിക്കാനുമുള്ള ബുദ്ധിമുട്ടുകളാണ്. ഇതിൽ പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായതുകൊണ്ട് നമുക്കൊന്നും പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല. ഇതിപ്പോൾ ഈ മലയിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് കുറേ ജീവനുകൾ നഷ്ടപ്പെട്ടു. ഇനി ഔദ്യോഗിക കണക്കനുസരിച്ച് ഒരു വീട് കൂടി കണ്ടുകിട്ടാനുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥന്മാരൊക്കെ പറഞ്ഞത്. അതൊരു കിട്ടിയാൽ ഒരാൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിലുള്ള അംഗസംഖ്യ പൂർത്തിയാവുകയാണ്. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള മുൻകരുതലുകളും ജാഗ്രതയും സ്വീകരിക്കുന്നതിന് നമുക്ക് എല്ലാവർക്കും കൂട്ടായി നിന്ന് എത്തിച്ചാൽ മാത്രമേ സാധിക്കൂ. ഇവിടെ പക്ഷേ ഈ ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് മുൻ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സർക്കാർ. പാരിസ്ഥിതിക ആഘാത പഠനം ഉൾപ്പെടെ പ്രോപ്പറായി നടന്നില്ല, അതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി കൂടിയായിരുന്നല്ലോ. ഇപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു രാഷ്ട്രീയ പ്രേരിതമായ അഭിപ്രായങ്ങൾ പറയുന്നത് ആർക്കും ഭൂഷണമല്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സംഭവം നടന്നപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന് അതിനു മുമ്പ് ചെറിയ എന്തായാലും ഒരു മാസക്കാലം ഇവിടെ താമസിച്ചിരുന്ന ഒരു വലിയ പ്രവർത്തകനാണ് ഞാൻ. അന്ന് പിണറായി സർക്കാരിൻ്റെ ഒരു മന്ത്രി കൂടിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയും. അതെല്ലാം വസ്തുതകളും സത്യസന്ധമായ കാര്യങ്ങളും ഉൾക്കൊണ്ടുള്ളതല്ല. അതുകൊണ്ട് ഇതിന് എല്ലായിടങ്ങളിലും ഉണ്ടാകുന്ന പോലെ തന്നെ ചില പോരായ്മകൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇതെല്ലാം സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. കരുതിക്കുട്ടി നിഷ്ക്രിയത്വം കാണിച്ചതാണെങ്കിൽ പരാതി പറയണം. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് വളരെ ഭദ്രമായ നിലയിൽ തന്നെ ഇത്തരം സംഭവങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ കർശനമായ പരിരക്ഷണ പരിപാടികളും സംരക്ഷണ പരിപാടികളും സ്വീകരിച്ചുള്ളതാണ്. ആ സന്ദർഭങ്ങളിൽ നാട്ടുകാർക്കറിയാം, ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പ്രകൃതി ദുരന്തം ഒരു രാഷ്ട്രീയ വിഷയങ്ങൾക്ക് പരാമർശന വിഷയമാക്കുന്നത് ഉചിതമല്ല എന്നുള്ളൊരു അഭിപ്രായക്കാരാണ് ഞാൻ. അതേ നേരിടാൻ എല്ലാവരും കൂടി എല്ലാം മറന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട സന്ദർഭമാണ്. എല്ലാവരും മറക്കുക, എല്ലാവരും ഒന്നിച്ചു നിൽക്കുക എന്ന് പറയുന്ന ഒരു അങ്ങേയറ്റത്തെ ഒരു സാഹചര്യത്തിൻ്റെ ഗൗരവം എല്ലാവരും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങളിൽ എന്തെങ്കിലും അലംഭാവങ്ങളോ കൃത്യവിലോപതയോ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ അതിന് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ നടത്തുക നമ്മൾ കൂട്ടായി ചെയ്തുകൊണ്ടുള്ളതാണ്. ഏതായിരുന്നാലും ഈ സംഭവത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങളോടും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടുന്നവരോടും നമുക്കെല്ലാം ഒരുപോലെ സഹതാപവും സ്നേഹവും ഒക്കെയുണ്ട്. തീർച്ചയായും നമ്മുടെ സുരക്ഷാ പ്രവർത്തനങ്ങളിലും സംരക്ഷണ പ്രവർത്തനങ്ങളിലും എല്ലാം തന്നെ ഇവിടെ സ്വീകരിക്കപ്പെടുന്ന എല്ലാ നടപടിക്രമങ്ങളും അതിനോട് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് വിജയിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. പരസ്പരം ആരോപണങ്ങളോ പ്രത്യാരോപണം നടത്തി സമയം കളയേണ്ട കാര്യമേ ഇതിനെക്കുറിച്ചില്ല. ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വന്ന് പറഞ്ഞ കാര്യങ്ങൾ അതാണ്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് മറ്റെല്ലാം വിസ്മരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ സഹകരിച്ചുകൊണ്ട് നമ്മുടെ ഈ ഗുരുതരമായ ഈ ദുരന്തത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുവാനും ഇനിയും ജീവിച്ചിരിക്കുന്നവർക്കും ഇനി രക്ഷപ്പെടേണ്ടവർക്കെല്ലാം തന്നെ സംരക്ഷണം നൽകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് എല്ലാവരും ഒരുപോലെ രംഗത്തിറങ്ങി പ്രവർത്തിക്കേണ്ട ഒരു സന്ദർഭമാണ്. വയനാട്ടിലാണെങ്കിൽ പലപ്പോഴും ഇങ്ങനെ ചെറുതും വലുതുമായ സംഭവം ഉണ്ടാകുന്ന ഒരു ഭൂപ്രദേശം കൂടിയാണ്. അത് പരിഹാരം കാണുക എന്ന് പറഞ്ഞാൽ അത് വലിയ വിഷയമായിട്ടുള്ള കാര്യമാണ്. സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും അതിനെ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമങ്ങൾ, രക്ഷപ്പെട്ടവർക്ക് നൽകേണ്ട കാര്യങ്ങൾ ഇതെല്ലാം കൂടി ചെയ്തുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അതിന് പ്രത്യാഘാതങ്ങൾ താരതമ്യേന അതിന് രൂക്ഷത കുറക്കാൻ കഴിയുന്നത്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ റോഡ്, പാലം തുടങ്ങി വിവിധ വിഷയങ്ങളുണ്ട്.
വികസന പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം ഓരോ ഘട്ടങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് ഓടിയെത്താനും വാഹനങ്ങൾക്ക് വരാനും എല്ലാം ചെയ്യാനും കഴിയുള്ളൂ ഒരു വസ്തുതയാണ്. ഭൂമിശാസ്ത്രപരമായ വയനാടിൻ്റെ പ്രത്യേകതകളും അസൗകര്യങ്ങളും എല്ലാം കണക്കെടുത്തുകൊണ്ട് നമ്മളെല്ലാം കൂടി ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ ദുരന്തത്തിൻ്റെ പ്രത്യാഘാതങ്ങളെ നേരിടാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ചെയ്യാൻ കഴിയുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം.